കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി നമ്മുടെ നാട്ടിൽ ഇലക്ഷൻ നടന്നു. ആ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് വിശിഷ്ട മലബാറിന്റെ തിരുമുറ്റങ്ങളിൽ എത്രമാത്രം വരുന്ന തരുണീ മണികളാണ് പുറത്തേക്ക് ഇറങ്ങിയത്. ഏത് പാർട്ടിയുടെ പേരായിക്കോട്ടെ, ഏത് വിശ്വാസത്തിന്റെ പുറത്തായിക്കോട്ടെ, ഏത് സ്ഥാനാർത്ഥിക്ക് വേണ്ടി ആയിക്കോട്ടെ, അവിടെ ഇസ്ലാമിന് വ്യക്തമായ കാഴ്ചപ്പാടുകളുണ്ട്. സ്ത്രീകൾ പൊതുരംഗത്തേക്ക് ഇറങ്ങാൻ പറ്റുമോ ഇല്ലയോ, ഇസ്ലാമിന് വ്യക്തമായ നിലപാടുകളുണ്ട്. പൊതുരംഗങ്ങളിൽ അന്യ സ്ത്രീ പുരുഷന്മാർ കലർന്നുകൊണ്ട് ആടിത്തിമർത്തുകൊണ്ട് DJ സൗണ്ടിന്റെ അകമ്പടിയോടുകൂടി ഡാൻസ് കളിക്കുന്ന സമ്പ്രദായത്തെ ഇസ്ലാമിന് വ്യക്തമായ കാഴ്ചപ്പാടുകളുണ്ട്. 2025 ഇലക്ഷൻ വരുന്ന സമയത്തേക്ക് ആ കാഴ്ചപ്പാടിനെ തിരുത്താനുള്ളതല്ല. അങ്ങനെ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടുകളെ തിരുത്തിക്കൊണ്ട് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ഭരണാധികാരികൾക്ക്, ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾക്ക് സ്ത്രീകളെ തെരുവിലേക്ക് ഇറക്കി നിൽക്കാനുള്ള അധികാരവുമില്ല, അവകാശവുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇസ്ലാമിന്റെ നിയമങ്ങൾ പഠിപ്പിക്കേണ്ടത് രാഷ്ട്രീയ കുലപതികളല്ല. ഇസ്ലാമിന്റെ നിയമങ്ങൾ പഠിപ്പിക്കേണ്ടത് പണ്ഡിതരാണ്. കൃത്യവും വ്യക്തവുമായി പണ്ഡിതർ അത് പഠിപ്പിച്ചു വെച്ചിരിക്കെ അതിനെയെല്ലാം തിരസ്കരിച്ചുകൊണ്ട് സ്ത്രീകളെ പൊതുരംഗത്തേക്ക് ഇറക്കുന്ന പുരുഷന്മാർ, ഭർത്താക്കന്മാർ, അതുപോലെ സഹോദരന്മാർ, അതുപോലെയുള്ള കുട്ടികൾ, മക്കൾ, എല്ലാവരോടും ഓർമ്മപ്പെടുത്തട്ടെ, എല്ലാത്തിന്റെയും അപ്പുറത്ത് നിന്റെ യുക്തിയുടെ, നിന്റെ ചിന്തയുടെ, നിന്റെ ന്യായത്തിന്റെ എല്ലാത്തിന്റെയും അപ്പുറത്താണ് ജഗന്നിയന്താവായ അള്ളാഹുവിന്റെ കൽപ്പന. അതിനെ തിരസ്കരിച്ചുകൊണ്ട് പൊതുരംഗത്തേക്ക് നിന്റെ വീട്ടിലെ സ്ത്രീയെ കൊണ്ടുപോകാൻ നിനക്ക് എന്ത് അധികാരമാണുള്ളത്? ഞാൻ ചോദിക്കാൻ കാരണം, അങ്ങനെ നിനക്ക് അധികാരം ഉണ്ടായിരുന്നെങ്കിൽ ആ സ്ത്രീയുടെ എല്ലാ കാര്യങ്ങളും നിന്നിൽ അർപ്പിതമായിരുന്നു. അല്ലല്ലോ. ആ സ്ത്രീക്കുള്ള ആരോഗ്യം നൽകിയവനാരാണ്? ആ സ്ത്രീയെ ഈ രൂപത്തിൽ വളർത്തി വലുതാക്കിയവനാരാണ്? ആ സ്ത്രീക്ക് കുടിക്കാൻ കൊടുക്കുന്നത്, ആ സ്ത്രീക്ക് ശ്വസിക്കാൻ കൊടുക്കുന്നത്, എല്ലാം നൽകുന്നത് നീയാണോ? അല്ലല്ലോ, അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അതുകൊണ്ട് എന്ത് അധികാരമാണ് മനുഷ്യ അള്ളാഹുവിന്റെ അടിമയെ, അള്ളാഹുവിന്റെ ദീനിന്റെ മതവിലക്കുകളെല്ലാം മറികടന്നുകൊണ്ട് തെരുവിലേക്ക് ഇറങ്ങാൻ? ഏത് രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ, ഏത് സംഘടനയായിക്കോട്ടെ, അങ്ങനെ തെരുവിലേക്ക് ഇറക്കാൻ നിനക്ക് എന്ത് അധികാരമാണുള്ളത്? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നത്, പഞ്ചായത്ത് ഇലക്ഷനെ കഴിഞ്ഞിട്ടുള്ളൂ, ഇനി നിയമസഭാ ഇലക്ഷനുകൾ വരാനുണ്ട്. ഉത്തരവാദിത്വത്തോടു കൂടി ഓർമ്മപ്പെടുത്തട്ടെ, നമ്മുടെ തരുണീ മണികൾ, നമ്മുടെ സ്ത്രീകൾ ഒരിക്കലും തന്നെ പൊതുനിരത്തിൽ ഇറങ്ങിക്കൊണ്ട് തുള്ളിച്ചാടാനുള്ള പാവകളല്ല. അവർക്ക് പരിശുദ്ധമായ സ്ഥാനമാണ് പരിശുദ്ധ ഇസ്ലാം നൽകിയിട്ടുള്ളത്.